ബാക്ക് ഇൻ ആർക്കിഡോസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോസൊക്കെ ഫോണിൻ്റെ കാര്യങ്ങളൊക്കെ വീഡിയോസ് ഇട്ടിരുന്നു. അപ്പോൾ ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ വന്ന്. അപ്പോൾ അതിൽ തികച്ചും നമ്മൾ നോട്ട് ചെയ്തൊരു കമൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ ക്വാളിറ്റി ഇതേപോലത്തെ സാധനം നാട്ടിൽ കിട്ടുന്നുണ്ടോ, പിന്നെ പ്രൈസ് കൂടുതലാണ്, അല്ലെങ്കിൽ നമുക്ക് ഈ ഇതിനേക്കാളും കുറവിൽ സാധനം കിട്ടാനുണ്ടെന്ന്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മളെ സ്ഥിരം പ്രേക്ഷകരാണ്, നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് നമ്മളെ പ്രൊഡക്റ്റും ക്വാളിറ്റി നമ്മളെ സർവീസും മാത്രം മനസ്സിലാക്കിയിട്ട് വീഡിയോ കാണുക. പ്രൈസോ കാര്യങ്ങളോ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് കൂടുതലാണ് അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാതിരിക്കാം. അതിനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളെടുത്താണ്. നമ്മളെല്ലാ പ്രാവശ്യവും നിങ്ങളോട് പറയുന്ന പോലെ തന്നെ യൂസ്ഡ് ഫോൺസ് ആണ്, കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഡീൽ ചെയ്തോളാം, നമ്മളെ ഷോപ്പ് ഉണ്ടാവും നിങ്ങളെ കൂടെ എന്നുള്ളതാണ്. നമ്മൾ ഇപ്പോൾ ഒരു 3 മാസം വാറണ്ടി എടുക്കുന്നുണ്ട്. ചിലപ്പോൾ പിന്നെ പല ആൾക്കാരും പല വാറണ്ടിയാണ്. ഇപ്പം എത്ര വാറണ്ടി ആയി കഴിഞ്ഞാലും 1 കൊല്ലം വാറണ്ടി ആയാലും 2 കൊല്ലം വാറണ്ടി ആയാലും ലൈഫ് ലോങ് വാറണ്ടി ആയി കഴിഞ്ഞാലും സർവീസ് വാറണ്ടി നിങ്ങൾക്ക് നമ്മളെ ഭാഗത്തുനിന്ന് അത് ഉണ്ടാവും. അതായത് നമ്മൾ സർവീസ് കോസ്റ്റ് മാത്രം എടുത്തിട്ടൊക്കെ നമ്മൾ നിങ്ങൾക്ക് ചെയ്തുതരും. അത് ലൈഫ് ടൈം വാറണ്ടിയാണ്. പറഞ്ഞ വാക്ക് മാറില്ല. പുറത്ത് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് സർവീസിനും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മുടെ അടുത്ത് വന്നാൽ മാത്രം മതി. 100% കിട്ടും. ജെന്യൂനായിട്ട് പറയുമ്പം കുറേ ആൾക്കാർക്ക് അത് കണ്ണിൽ പിടിക്കൂല. അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ സാധനങ്ങൾ നിങ്ങൾ നോക്കിക്കോളി, അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ അതൊക്കെ കീപ്പ് ചെയ്തിട്ട് മാത്രമാണ് കച്ചവടം ചെയ്യുന്നത്. ആ ഒരു എന്തെങ്കിലും മൈനസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ 30 Pro Max ഓഫറിൽ ഇട്ടിരുന്നത്, അതുപോലെ തന്നെ 11 Pro ഓഫറിൽ ഇട്ടിരുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ എന്തെങ്കിലും മൈനസ് ഉണ്ടെങ്കിൽ നമ്മൾ ഓഫറിന് എന്തായാലും ഇടും. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് iPhone 12 Pro 512 GB ആണ്. 512 GB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനം നിങ്ങൾ നോക്കിക്കോളി, പക്ക ക്ലീന് നീറ്റ് പീസ്, 0 സ്ക്രാച്ചിൽ iPhone 12 Pro വന്നിട്ടുണ്ട്. ബാറ്ററി 85ൻ്റെ മേലേക്ക് ബാറ്ററി ഹെൽത്ത് ഉണ്ടാവും. മോഡൽ നമ്പർ M ആണ്. M, N, F എന്നിങ്ങനെയുള്ള 3 മോഡൽ നമ്പർ ആവും വരിക. M, N നമുക്ക് പ്രശ്നമില്ല. F ആപ്പ് റീഫർബിഷ്ഡ് ഡിവൈസ് ആണ്, അതും പ്രശ്നമൊന്നുമില്ല. പക്ഷേ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പേടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഡ് ഫോണുകൾ നല്ല ക്വാളിറ്റിയിൽ വാറണ്ടിയോട് കൂടിയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്. 1550 dirhamsന് 512 GB 12 Pro നമ്മൾ കൊടുക്കുകയാണ്. അത് നല്ല ക്ലീൻ നീറ്റ് പീസ് ഇട്ടാ, 0 സ്ക്രാച്ചിൽ വരുന്നത്. പിന്നെ അതേപോലെ തന്നെ 11 Proയിൽ നമ്മൾ 3 ക്യാമറ ആദ്യം വന്ന ഒരു മോഡൽ ആപ്പിളിലെ iPhone 11 Pro ആണ്. 11 Pro സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ 3 ക്യാമറയിൽ കിട്ടുന്ന നമുക്കൊരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പോർട്രേറ്റ് ക്യാമറയാണ്. ഇന്ന് ഓഫ്കോഴ്സ് CapCut അതേപോലെ തന്നെ VN പോലത്തെ ആപ്ലിക്കേഷൻസ് വന്നതോട് കൂടിയിട്ട് എഡിറ്റേഴ്സ് ഒരുപാട് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് റീൽസും കാര്യങ്ങളൊക്കെ വെറൈറ്റി എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് മിക്ക ആൾക്കാർക്കും നമുക്ക് ഫസ്റ്റ് വീഡിയോ കാര്യങ്ങൾ റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്യാമറ ക്വാളിറ്റിയാണ് നോക്കുന്നത്. നമുക്കൊരു വലിയൊരു ക്യാമറ വാങ്ങാൻ അല്ലെങ്കിൽ ബഡ്ജറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആപ്പിൾ ഐഫോണിൽ ഒരു കുഞ്ഞു മോഡൽസിൽ തന്നെ ക്യാമറ ക്വാളിറ്റി ഒരുപാട് ഹൈ എഫിഷ്യൻസി ആയിട്ട് തന്നെ നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഒരു എക്സസ് ആയാലും iPhone 7 Plus വരെ ക്യാമറയുടെ കാര്യം മുന്നിൽ തന്നെയാണ്. അപ്പോൾ iPhone 11 Pro 512 GB, ഇനി GB-യിലും നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. 85ൻ്റെ മേലേക്ക് ബാറ്ററി ഹെൽത്ത് ഉണ്ടാവും. 85, 86 ഒക്കെ ബാറ്ററി ഹെൽത്തുള്ള നല്ല ക്ലീൻ മീറ്റ് പീസ്. കൊടുക്കുന്ന പ്രൈസ് 1150 dirhams, 85% ബാറ്ററി ഹെൽത്തുള്ള നല്ല ക്ലീൻ നീറ്റ് പീസ്, 0 സ്ക്രാച്ച്. 4 ഭാഗം നിങ്ങൾ നോക്കിക്കോ. കൊറിയർ UAE ഉണ്ട്, ഒമാനിലുണ്ട്, കുവൈത്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനി കൂടാതെ തന്നെ 13 Pro എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും സിനിമാറ്റിക് ക്യാമറ ആദ്യം കൊണ്ടുവന്ന മോഡൽ iPhone 30 സീരീസ് ആണ്. അതുകൊണ്ട് തന്നെ 13 Pro നമ്മളെ കയ്യിൽ 512 GB ഉണ്ട്, 256 GB ഉണ്ട്. 256 GBക്ക് 2050 dirhams ആണെങ്കിൽ 512 GBക്ക് കൊടുക്കുന്ന പ്രൈസ് 2250 dirhams. ക്ലീന് നീറ്റ് പീസ് സാധനം നോക്കിക്കോളി. അപ്പോൾ സാധനം ഫോണുകൾ യൂസ്ഡ് ഫോണുകൾ എടുക്കാൻ പോകുമ്പോൾ ഒന്നൊക്കെ എല്ലായിടത്തും ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ എവിടുന്നാണ് പ്രൈസ് കുറവിൽ, എവിടുന്ന് നല്ല സർവീസ് കിട്ടണം, അവിടുന്ന് പോയിട്ട് എടുക്കണം. ഇങ്ങനെയൊക്കെ ആരെങ്കിലും പറയുമോ? നമുക്ക് കച്ചവടം നിങ്ങൾ ഇങ്ങോട്ട് പോരെ, അടിപൊളി ഓഫർ ഉണ്ട് പറഞ്ഞിട്ട് നമ്മൾ എല്ലാവരും വിളിക്കും. പക്ഷെ അങ്ങനെയല്ല, നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നമുക്ക് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കൊറിയർ നല്ലോണം കിട്ടുന്നുണ്ട്. അപ്പോൾ UAE ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം അറിയാലോ, നമ്മൾ കാണാതെ നമ്മളെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവരാണ് കൂടുതൽ പേരും. അപ്പോൾ പല എമിറേറ്റ്സിൽ നിന്ന് നമുക്ക് ഇതേപോലെ ഫോണിൻ്റെ ഫോട്ടോസും വീഡിയോസും മാത്രം നമ്മൾ അയച്ചു കൊടുക്കും. അത് കണ്ടിട്ട് എടുക്കുന്ന ഒരുപാട് പേരുണ്ട്. അഫ്കോഴ്സ് നമ്മൾ ആ പറയുന്ന ക്വാളിറ്റി കാര്യങ്ങളൊക്കെ അവർ അതേപോലെ ആ ഒരു ട്രസ്റ്റ് കണ്ടിട്ട് മാത്രമാണ്. അപ്പം നമ്മളത് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉത്തരവാദിത്വം. പിന്നെ ഇലക്ട്രോണിക്സ് ആണ്, കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളത് തീർപ്പാക്കി കൊടുക്കും. അപ്പോൾ വേറെ ഈ സാധനം നമ്മൾ കാണിച്ചു തരാം. ഇത് നിങ്ങൾ നോക്കിക്കോളി. ഇതിൽ തന്നെ iPhone 11 Pro 512 GB ഉണ്ട്. അതേപോലെ തന്നെ ഇനിയിപ്പോൾ കാണാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 Pro Max ജസ്റ്റ് ആക്റ്റീവ് ഡിവൈസ് ആണ് നമ്മളെ കയ്യിലുള്ളത്. ജസ്റ്റ് ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ 100% ബാറ്ററി ഹെൽത്ത് ഉണ്ടാവും. ഞാൻ സാധനം കാണിച്ചു തരാം. ഇതിൻ്റെ കണ്ടീഷൻ നിങ്ങൾ
ജസ്റ്റ് ഒന്ന് നോക്കിക്കോളി. ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന അതേപോലെ തന്നെ നേരിട്ട് നിങ്ങളെ കയ്യിൽ കിട്ടുമ്പോഴും ഇത് 2650 dirhams ആണ്. ആക്റ്റീവ് ചെയ്ത ഡിവൈസ് ആണ്. 10 ടൈംസോ അല്ലെങ്കിൽ 2 ടൈംസോ ചാർജ് ആക്കിയ ഡിവൈസ്. യൂസിങ് ഉണ്ടാവില്ല, യൂസ്ഡ് ഫോൺ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ആക്റ്റീവ് കൊടുക്കുന്നത് 2650 dirhams 13 Pro Max ഇട്ടാ. രണ്ട് പീസ് നമ്മളെ കയ്യിലുള്ളൂ കേട്ടോ. ഇതിന്റെ മോഡൽ നമ്പറൊക്കെ നോക്കിക്കോളി. മോഡൽ നമ്പറിലും കാര്യങ്ങളിലൊക്കെ നിങ്ങൾ സാധനം നോക്കിക്കോ. കണ്ടല്ലോ ഇതാ. അപ്പോ സാധനങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ എടുത്തോളി, ഒരു വിഷയവുമില്ല. ഇതാ നോക്കിക്കോളി. കാര്യങ്ങൾ സീരിയൽ നമ്പർ അല്ല നോക്കല്, മോഡൽ നമ്പറാണ് നോക്കല്. ഇത് ജപ്പാൻ സ്പെക്ക് ആണ്. അതേപോലെ 30 Pro Maxൽ നമ്മളിപ്പോൾ ജസ്റ്റ് ആക്റ്റീവ്, അതേപോലെ 12 Pro 512GB 1550 dirhams. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1150 dirhams 11 Proന്റെ ഒക്കെ കണ്ടീഷൻ നോക്കിക്കോ. നല്ല ക്ലീന് നീറ്റ് കണ്ടീഷനാണ്. സാർ നോക്കിക്കോ, കണ്ടോ. ഇതിന് സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇതാണ് ഇവിടുന്ന് നമ്മളെടുത്ത് എടുക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ അതിന്റെ ക്വാളിറ്റി അതാണ്. പിന്നെ അതേപോലെ 14 Proയിൽ നോൺ ആക്റ്റീവ് ഡിവൈസ് വന്നിട്ടുണ്ട്. നോൺ ആക്റ്റീവ് നിങ്ങൾ നോക്കിക്കോളി. നോൺ ആക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റീവ് ചെയ്യാത്ത ഇതാണ്. ഇത് HK ആണ്. HK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സിം ഇടാൻ പറ്റിയ സാധനം. 2 സിം നമുക്ക് ഇതാ ഇവിടെ തന്നെ ഫിസിക്കലി നമുക്ക് ഇടാൻ പറ്റും ഇതിൽ HK ഡിവൈസിൽ കേട്ടോ. അപ്പം അത് കണ്ട് പിന്നെ അതേപോലെ തന്നെ 13 Pro 512GB ഉണ്ട്, 256GB ഉണ്ട്. 2050 dirhams 256GB കൊടുക്കുന്നുണ്ടെങ്കിൽ 512GB നമ്മൾ കൊടുക്കുന്നത് 2250 dirhamsനാണ്. പിന്നെ എക്സസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെന്താ വെച്ചാൽ എക്സസും കാര്യങ്ങളൊക്കെ ചെറിയ വേരിയന്റ് ആണ് കേട്ടോ. ചെറിയ വേരിയന്റിൽ ചെറിയ പൈസക്ക് നമുക്ക് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ എടുക്കാം. എക്സസിന് 800 dirhams ഉള്ളൂ. 256 512GBക്ക് 850 dirhams ഉണ്ട്. പിന്നെ 13 Pro ബ്ലൂ കളർ ഉണ്ട്. അതേപോലെ തന്നെ ടാബ്, ഇതിനെല്ലാത്തിനും നമുക്ക് EMI സൗകര്യങ്ങൾ ഉണ്ട് കേട്ടോ. EMIയിൽ നമുക്ക് UAE ഫോൺ എടുക്കാൻ പറ്റും. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ലൊക്കേഷൻ തന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ ഇതിന്റെ ഉള്ളിലാണുള്ളത്. ആ ബർദുബായ് അൽറഫ സ്ട്രീറ്റ് നമ്മളെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് അൽറഫ സ്ട്രീറ്റിൽ അൽഗുബൈബ മെട്രോ ഒക്കെ അടുത്ത് അവിടെ നടന്ന് കുറച്ച് വരാണ്ട് ഒരു 100 മീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഷോപ്പ്. ഇതിന്റെ പുറത്തത്തെ കാഴ്ച നോക്കിക്കോ. ഫുള്ള് ചുറ്റോറം ഇതാ. ഇവിടുന്ന് ഈ ഒരു എൻട്രൻസിന്റെ ഉള്ളിൽ നിന്ന് ഇതാണ് നമ്മളെ ഷോപ്പ് വരുന്നത്. RQ ZX. ഇതിന്റെ അകത്താണ് നമ്മളെ ഷോപ്പ് ഇട്ടാ. ഇതിന്റെ പുറത്തത്തെ വ്യൂ ആണെങ്കിൽ ഇവിടെ അതാണ് നമ്മൾ ഇതിനുള്ളിലായിട്ട് പോയിട്ട് ആൾക്കാർ ഇതേപോലെ അതാണ് പുറത്തത്തെ കാഴ്ച. നിങ്ങൾ നോക്കിയേ, കണ്ടോ, പുറത്ത് മാർഗ ചൂടാണ് കേസ്. അവ കണ്ടില്ല ഈ പുറത്ത് ഇതിന്റെ ഉള്ളിലേക്ക്. ഇതാണ് പുറത്തത്, കണ്ടോ. പുറത്തുനിന്ന് ഇവിടുന്ന് ഇങ്ങനെ നോക്കി കഴിഞ്ഞാല് നമ്മുടെ ഷോപ്പ് മേലെ ഒരു ബോർഡ് കണ്ടല്ല, ബോർഡ് ഇതാ. ഇതിന്റെ ഉള്ളിൽ അൽ മുംതാസ് ബിൽഡിംഗ്. ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറിയിട്ട് ഇതാ കയറി ലൊക്കേഷൻ ഇനി കറക്റ്റ് ഇങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ബർദുബായിൽ എത്തിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കോളാക്കിയാൽ മതി. അപ്പം ഇതാണ് ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ. പ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. പിന്നെ കൂടാതെ തന്നെ നമ്മളിത് എല്ലാവിധ EMI ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എക്സ്ചേഞ്ച് സൗകര്യം ഉണ്ട്. അതേപോലെ ഡെലിവറി നമ്മൾ UAE, കുവൈത്ത്, ഒമാനിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. നാട്ടിൽ നമുക്ക് ഷോപ്പ് ഉണ്ടായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ടെങ്കിലും നാട്ടിൽ നമുക്ക് വാറന്റി കിട്ടും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഇനി ഫോണിൻ്റെ പുതിയ കാര്യങ്ങളും ഇനിയിപ്പോൾ iPhone 16 ഒക്കെ വരുന്നത്. അപ്പോൾ ഫോണിലും പ്രൈസിലും കാര്യങ്ങളൊക്കെ ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ താഴത്തെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വീണ്ടും പറയാണ്, എന്ത് പ്രശ്നങ്ങളും നിങ്ങൾ വിളിച്ചുകൊണ്ടിട്ടോ, അല്ലെങ്കിൽ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തിക്കോളി. നമ്മൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം.